ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഇടുക്കി രൂപതയുടെ 5ാം ക്ലാസിന്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വൺ വേർഡ് ടൈപ്പ് പോലെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്തു നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഇസ്രായേൽ ജനത്തിന്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഡാഷ്. ഉത്തരം പെസഹ തിരുനാൾ. പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം ഡാഷ് എന്നാണ്. ഉത്തരം 50-ാം ദിവസം. 3. ഈശോയുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന തിരുനാളാണ് ഡാഷ്. ഉത്തരം ദനഹ തിരുനാൾ. 4. ഏതു തിരുനാളാണ് തിരുനാളുകളുടെ തിരുനാൾ എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഉയിർപ്പ് തിരുനാൾ. 5. സീറോ മലബാർ സഭയിൽ ഏത് ദിവസമാണ് ദനഹ തിരുനാൾ ആഘോഷിക്കുന്നത്? ഉത്തരം ജനുവരി 6. ഇസ്രായേൽ ജനതയുടെ മധ്യത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു ഡാഷ്. പൂരിപ്പിക്കുക. ഉത്തരം ജെറുസലേം ദേവാലയം. ഉത്തരം ജെറുസലേം ദേവാലയം. 7. ഡാഷ് എന്നർത്ഥമുള്ള സുനാഗോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനഗോഗ് എന്ന പേരുണ്ടായത്? ഉത്തരം ഒന്നിച്ചു ചേരുക. ഉത്തരം ഒന്നിച്ചു ചേരുക. 8. ഡാഷ് എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം വിശ്രമിക്കുക അഥവാ വിരാമമിടുക എന്നാണ്? ഉത്തരം സാബത്ത്. 9. ഡാഷ് എന്നാണ് മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം അഭിഷിക്തൻ. 10. ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം ദൈവം നമ്മോട് കൂടെ. ഇനി ചേരുംപടി ചേർക്കുക എന്നുള്ള വിഭാഗത്തിലേക്ക് നമുക്ക് പോകാം. സോളമൻ. ഉത്തരം ജ്ഞാനിയായ രാജാവ്. സാവൂൾ. ആദ്യത്തെ രാജാവ്. യോങ്കിപ്പോർ. പാപപരിഹാര തിരുനാൾ. പന്തക്കുസ്ത തിരുനാൾ. വിളവെടുപ്പ് തിരുനാൾ. സാമുവൽ. അവസാനത്തെ ന്യായാധിപൻ. അങ്ങനെ ഫസ്റ്റ് ഭാഗത്തിലെ വൺ വേർഡ് ടൈപ്പ് അവസാനിക്കുന്നു. ബൈബിൾ വചന വാക്യം പൂരിപ്പിക്കുക എന്ന സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ബൈബിൾ വാക്യം പൂരിപ്പിക്കുക. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. ഡാഷ് നിയമാവർത്തനം 31:8. ബൈബിൾ വാക്യങ്ങൾ പൂരിപ്പിക്കുമ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഭാഗം അതുപോലെ തന്നെ പകർത്തി മുഴുവൻ ഭാഗവും എഴുതി ബൈബിളിലെ ഭാഗം കൂടി നിയമാവർത്തനം 31:8 എന്നും കൂടി എഴുതി പൂർത്തീകരിച്ച് വേണം ബൈബിൾ വാക്യങ്ങൾ പരീക്ഷയിൽ ആൻസർ ചെയ്യുവാൻ. ചോദ്യം കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. ബാക്കി ബൈബിൾ വാക്യം പൂരിപ്പിക്കുക. സ്റ്റാർട്ട്. ഉത്തരം കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിയമാവർത്തനം 31:8. 17. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഡാഷ് 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 സങ്കീർത്തനം 98:1. ഉത്തരം കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 98:1. 18. ഡാഷ് നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. ആമോസ് 5:15. ഉത്തരം തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. ആമോസ് 5:15. 19. അവൻ വളരുകയും. ഡാഷ് യോഹന്നാൻ 3:30. ഉത്തരം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ 3:30. 20. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഡാഷ് യെശയ്യാ 7:14. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ 7:14. തന്റെ അടുക്കിലേക്ക് വന്ന ഈശോയെ കാണിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞതെന്ത്? 3-4 വാചകത്തിൽ ഉത്തരം എഴുതുക. ഇതാ ലോകത്തിന്റെ പാപം വെക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്നു ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. സഭാപിതാക്കന്മാരിൽ 4 പേരുടെ പേരെഴുതുക. ജെറോം, ജോൺ, അഗസ്റ്റിൻ, ബേസിൽ. ഉത്തരം അഗസ്റ്റിൻ, ബേസിൽ, അപ്രേം, ജെറോം. അടുത്ത ചോദ്യം പുരോഹിതന്മാർക്കുണ്ടായിരുന്ന ഉത്തരവാദിത്വങ്ങൾ ഏവ? ഉത്തരം ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുക, ദഹനബലി അർപ്പിക്കുക, നിയമം പഠിപ്പിക്കുക എന്നീ 3 ഉത്തരവാദിത്തങ്ങളാണ് പുരോഹിതന്മാർക്കുണ്ടായിരുന്നത്. ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടത് എങ്ങനെ? ഉത്തരം സഭയിൽ സാബത്തായി ആചരിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ചയാണ്.
ഈശോ ഞായറാഴ്ച ഉഴുത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ ആ ദിവസം വിശുദ്ധ ദിനമായി കണക്കാക്കുന്നത്. ഇടവക ദേവാലയത്തിൽ പോയി ദിവ്യവേലയിൽ പങ്കെടുത്തും പരസ്നേഹ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുമാണ് ഞായറാഴ്ച ദിവസം ആചരിക്കേണ്ടത്. ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും പഠിക്കാനുള്ള ദിവസം കൂടിയാണിത്. 25-ാമത്തെ ചോദ്യം. എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജോഷുവ ഗിൽഗാലിൽ സ്മാരകം നിർമ്മിച്ചത്? ഉത്തരം: അത്ഭുതകരമായി അവർ ജോർദാൻ നദി കടന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. അടുത്ത ചോദ്യം. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ എഴുതുക. ഉത്തരം: മഹിമയ്ക്കടുത്ത ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം: നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പാടുപെട്ട് മരിച്ചിട്ട് മൂന്നാം നാൾ ജയസന്തോഷത്തോടെ എന്നേക്കും ജീവിക്കുന്നതിനായി ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കാം. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ്, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി. രണ്ടാം ദിവ്യരഹസ്യം: നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്റെ ഉയർപ്പിന്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദൈവമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കാം. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ്, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി. മൂന്നാം ദിവ്യരഹസ്യം: നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ബാവാതമ്പുരാന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കയിൽ സഹീൻ ഊട്ടുശാലയിൽ കൂടി ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിന്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാനെ അയച്ചെന്ന് ധ്യാനിക്കാം. ഒരു സ്രോതസ്സനായ പിതാവ്, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി. നാലാം ദിവ്യരഹസ്യം: പരിശുദ്ധ ദേവമാതാവ് തന്റെ ദേവകുമാരൻ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ ആകാശമോക്ഷത്തിലേക്ക് കയറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഒരു സ്രോതസ്സനായ പിതാവ്, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി. അഞ്ചാം ദിവ്യരഹസ്യം: പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിൽ എഴുന്നള്ളി ഉടനെ തന്റെ ദേവകുമാരനാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിതിരിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഒരു സ്രോതസ്സനായ പിതാവ്, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി. ചോദ്യം നമ്പർ 27. എസക്കിയേൽ പ്രവാചകൻ നൽകിയ പ്രത്യാശയുടെ സന്ദേശങ്ങൾ ഏവ? ഉത്തരം: ഒരു പുതിയ സമൂഹമായി ഇസ്രായേൽ വളരും. യഥാർത്ഥ ഇടയൻ അവരെ സഹായിക്കാനെത്തും. ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേലിന് നവജീവൻ നൽകും. പുതിയ ദേവാലയം നിർമ്മിക്കപ്പെടും. ദൈവമഹത്വം തിരികെ വരും. എന്നിങ്ങനെ പ്രത്യാശയുടെ സന്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയത്. ചോദ്യം നമ്പർ 28. സുവിശേഷോത്സവ ഭാഗത്തു നിന്നുള്ള ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുത്ത ബൈബിൾ വാക്യം പൂരിപ്പിക്കുക. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്തോസ് 11:26. ഇതോടുകൂടി ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഇടുക്കി രൂപതയുടെ 5ാം ക്ലാസിന്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.